ടീം UDF എന്നുള്ളതല്ല, അനിൽകുമാറിൻ്റെ കാര്യശേഷി എന്ന് പറയുന്നത് അത് കേരളം കാണുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ വയനാട് സന്ദർശിച്ചപ്പോഴും അദ്ദേഹം ഈ കുറെ എക്സ്പ്ലനേഷൻസ്, അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നത് മൂലം ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടായത് എന്നുള്ള രാഷ്ട്രീയമാണ് അദ്ദേഹം സംസാരിച്ചത്. ആ ആക്ഷൻ നടപ്പിലാക്കിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AP അനിൽകുമാറാണ്. അത് മുഖ്യമന്ത്രി അറിയിച്ചുകൊണ്ട് തന്നെയാണ്. ആ ദുരന്തമുഖത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നിടത്താണ് AP അനിൽകുമാറിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടതായിട്ടുള്ളത്. കൊങ്കണിലേക്ക് നോക്കുക, 2000-ൽ പരം പാലങ്ങളാണ് കൊങ്കണിലുള്ളത്. എത്രയോ മലയോര പ്രദേശങ്ങൾ, അതായത് പ്രകൃതിലോല പ്രദേശങ്ങൾ തുരന്ന് തന്നെയാണ് ഈ പറഞ്ഞ റെയിൽവേ കടന്നു പോകുന്നത്. നമ്മളൊക്കെ ഗോവയ്ക്കും അതോടൊപ്പം തന്നെ മുംബൈക്കും ഒക്കെ പോകുന്ന സമയത്ത് കൊങ്കൺ വഴിയല്ലേ പോകുന്നത്. പ്രാഥമികമായിട്ട് ഒരു സയന്റിസ്റ്റ് ഒന്നും അല്ല എങ്കിലും അവിടെ പോയിട്ടുള്ള മാധ്യമ പ്രവർത്തകരിൽ നിന്നും അവിടെയുള്ള ആളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ കൂട്ടിയിട്ടിരുന്ന ആ മണ്ണ് തന്നെയാണ് ഈ അപകടത്തിന്റെ കാരണമെന്ന് പറയുന്നത്. കാരണം മണ്ണാണ് ഒലിച്ചു വന്നിരിക്കുന്നത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം വയനാട് ദുരന്തമുഖത്തും അതിന് തൊട്ടുമുന്നേ നടന്ന പ്രസ്താവനകളിലെല്ലാം ഏറ്റവും കൂടുതൽ സജീവമായ മന്ത്രിസഭയിൽ നിന്നൊരാളാണ് AP അനിൽകുമാർ, റവന്യൂ മന്ത്രി. നമുക്കറിയാം അതൊരു മന്ത്രിയുടെ കടമ കൂടിയാണ്. എങ്കിൽ പോലും വയനാട്ടിൽ അതേ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും അല്ലെങ്കിൽ ഈ വകുപ്പുകളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന മറ്റു മന്ത്രിമാരും ഒക്കെ ഉണ്ട് എന്നിരിക്കെ തന്നെയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അനിൽകുമാർ മന്ത്രി കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഈ ദുരന്തമുഖത്ത് വന്നതെന്ന് നമുക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ടാണോ ടീം UDF-നെ നമ്മളിപ്പോൾ കാണുന്നത്? ടീം UDF എന്നുള്ളതല്ല, അനിൽകുമാറിൻ്റെ കാര്യശേഷി എന്ന് പറയുന്നത് അത് കേരളം കാണുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. സിദ്ദിഖ് തീരെ പുറകിലേക്ക് പോയി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ എങ്കിൽ തന്നെയും കാര്യങ്ങളെ കൃത്യമായിട്ട് ഗ്രഹിക്കാനും അതിനനുസരിച്ചിട്ട് ആക്ട് ചെയ്യാനായിട്ടും AP അനിൽകുമാറിന് വയനാട് സാധിച്ചിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ നോക്കൂ, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ വയനാട് സന്ദർശിക്കുന്നുണ്ട്. കല്ലാടി സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു മന്ത്രിയാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് നമ്മളിവിടെ കണ്ടത്. കാരണം ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ വയനാട് സന്ദർശിച്ചപ്പോഴും അദ്ദേഹം ഈ കുറെ എക്സ്പ്ലനേഷൻസ്, അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നത് മൂലം ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടായത് എന്നുള്ള രാഷ്ട്രീയമാണ് അദ്ദേഹം സംസാരിച്ചത്. അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ പൊതുസമൂഹത്തെ സംബന്ധിച്ചിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് അറിയേണ്ടത്. അല്ലാതെ മറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അന്ന് ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പ്രദേശമാണ്, അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ 11,000-ൽ പരം വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ മണ്ണിൻ്റെ ഘടന കിടക്കുന്നത് എന്നൊക്കെയുള്ള പുള്ളിയുടെ ഒരു തിയറിറ്റിക്കൽ ക്ലാസ്സിനെ അല്ല ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നത്. നൗ ഹീസ് എ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. അപ്പോൾ അദ്ദേഹത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് കേൾക്കാതെ നിങ്ങൾ ഈ പദ്ധതി കൊണ്ടുവന്നത് കൊണ്ടാണ് ഇവിടെ ഈ ദുരന്തമുണ്ടായത് എന്ന് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫൂളിഷ്നെസ് ആണെന്ന് ഞാൻ പറയുള്ളൂ. അത് കേട്ട് കൈയടിക്കാനും അദ്ദേഹത്തിൻ്റെ ഫാൻസ് ഗ്രൂപ്പിൽപ്പെട്ട കുറേ ആളുകളുണ്ടാവും. ആ വിവരദോഷികളോട് നമുക്കൊന്നും പറയാനില്ല. ആ വിവരദോഷികളെ ആ രീതിയിൽ മാത്രമേ നമുക്ക് കാണേണ്ടതുള്ളൂ. അവരുടെ വീടിന്റെ മുറ്റത്ത് വരെ വെള്ളം ചെല്ലുന്ന സമയം വരെ അവർ ഇങ്ങനെ പിന്തുണച്ചുകൊണ്ടേയിരിക്കും. ആക്ഷനാണ് ആവശ്യം. ആ ആക്ഷൻ നടപ്പിലാക്കിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AP അനിൽകുമാറാണ്. അത് മുഖ്യമന്ത്രി അറിയിച്ചുകൊണ്ട് തന്നെയാണ്. ആ ദുരന്തമുഖത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നിടത്താണ് AP അനിൽകുമാറിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടതായിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഒരു കാര്യം നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ നിന്ന്, അതായത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് വന്നോ? അതേസമയം KM ഷാജിയുടെ വാക്കുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. കാരണം ഓക്കി വന്നാലും നിപ്പ വന്നാലും കൊറോണ വന്നാലും ഞങ്ങൾ രാഷ്ട്രീയം പറയും. കൊറോണയും രാഷ്ട്രീയമാണ്, നിപ്പയും രാഷ്ട്രീയമാണ്, ഓക്കിയും രാഷ്ട്രീയമാണ് എന്ന് പറയുന്ന ഒരു മന്ത്രി അത് വിവരമില്ലായ്മയാണ് എന്ന് കരുതിയിട്ട് കേരളത്തിലെ പൊതുസമൂഹം അവഗണിച്ചു കളയുന്നു. അന്ന് അദ്ദേഹം മന്ത്രിയൊന്നും ആയിരുന്നില്ല. അന്ന് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഒരു തോറ്റ സ്ഥാനാർത്ഥിയായി മാത്രമായിരുന്നു. അന്ന് പിണറായി വിജയനായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ എനിമി എന്ന് പറയുന്നത്. അതങ്ങനെ എന്താണ് എന്നോട്ടെ, ആ വിവരക്കേടിനെ ഒന്നും തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല.
അപ്പോൾ ഇവിടെ LDFന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. ദുരന്തങ്ങൾ ആര് ഭരിച്ചാലും ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അല്ല, ദുരന്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര് ഭരിക്കുന്ന സമയത്ത് വേണമെങ്കിലും വരാം. പ്രകൃതിക്ഷോഭങ്ങളൊന്നും LDF ഭരിക്കുന്ന സമയത്ത് മാത്രം വരുന്നതോ അല്ലെങ്കിൽ UDF ഭരിക്കുന്ന സമയത്ത് മാത്രം വരുന്നതോ ആയിട്ടുള്ളൊരു സംഭവമല്ല. ഇതൊക്കെ പ്രകൃതിയുടെ തന്നെ ഓരോ തീരുമാനങ്ങളാണത്. അത് പ്രകൃതിക്ക് ഏൽക്കുന്ന ആഘാതത്തെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ പാറ പൊട്ടിക്കേണ്ടി വരും. ആ പാറ പൊട്ടിക്കുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ആഘാതമുണ്ടാകും. കാരണം ഈ പദ്ധതിയെക്കുറിച്ച് എത്ര മോശമാക്കി സംസാരിക്കാൻ സാധിക്കുമോ, അതായത് അദ്ദേഹം പറഞ്ഞിരുന്ന വാക്കുകൾ മുഖവിലക്കെടുക്കാത്തതാണ് അവിടെ ദുരന്തമുണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ. കാരണം ഹീസ് ആൻ എൻസൈക്ലോപീഡിയ, നമ്മുടെ മുഖ്യമന്ത്രി ഒരു എൻസൈക്ലോപീഡിയയാണ്. എന്നാൽ ബാക്കി കേരളത്തിലുള്ള പൊതുജനങ്ങൾ മുഴുവൻ മരമണ്ടന്മാരാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. കൊങ്കണിലേക്ക് നോക്ക്, 2000-ൽ പരം പാലങ്ങളാണ് കൊങ്കണിലുള്ളത്. എത്രയോ മലയോര പ്രദേശങ്ങൾ, അതായത് പ്രകൃതിലോല പ്രദേശങ്ങൾ തുരന്ന് തന്നെയാണ് ഈ പറഞ്ഞ റെയിൽവേ കടന്നു പോകുന്നത്. നമ്മളൊക്കെ ഗോവയ്ക്കും അതോടൊപ്പം തന്നെ മുംബൈക്കും ഒക്കെ പോകുന്ന സമയത്ത് കൊങ്കൺ വഴിയല്ലേ പോകുന്നത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ പ്രകൃതി എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ ചോദിച്ച ചോദ്യം തന്നെയാണ് നമുക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്. അങ്ങ് കൊണ്ടുവരാൻ പോകുന്ന മിഷൻ സമുദ്ര, ഈ മിഷൻ സമുദ്ര തീരദേശത്തെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത്? അത് സെൻസിറ്റീവ് അല്ലേ? അത് തീരദേശം സെൻസിറ്റീവ് അല്ലാതായി മാറുകയും എന്നാൽ വയനാട്ടിലെ തുരങ്കപാത പോലെയുള്ള വലിയൊരു പദ്ധതി സെൻസിറ്റീവായി മാറുന്നതിൻ്റെയും ഒരർത്ഥം നമുക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവിടെ പ്രതിപക്ഷം പരിപൂർണമായിട്ടും ദുരന്തമുഖത്ത് സർക്കാരിന് പിന്തുണയുമായിട്ടുണ്ട്. ആ സർക്കാരിനെ കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് AP അനിൽകുമാർ എന്ന മന്ത്രി അവിടെയുണ്ട്, T സിദ്ദിഖ് എന്ന മന്ത്രി അവിടെയുണ്ട്. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ T സിദ്ദിഖിനോട് എന്തെങ്കിലും ഒരു രാഷ്ട്രീയം സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ LDF നേതാക്കന്മാരോ CPM നേതാക്കന്മാരോ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ AP അനിൽകുമാറിൻ്റെ അടുത്ത് പൊളിറ്റിക്സ് പറയാൻ വേണ്ടി പോയിട്ടുണ്ടോ? CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഇന്നലെ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ രാഷ്ട്രീയമായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ കുറ്റങ്ങളെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനാണ് മുൻഗണന. രക്ഷാപ്രവർത്തനത്തിന് ശേഷം പിന്നീട് എന്താണ്? ഇത് പഴയ സ്ഥിതിയിലേക്ക് വരുത്തേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് അവിടെ ഗതാഗതം ഒന്ന് പോകേണ്ടതുണ്ട്. അതിനൊക്കെയാണ് പ്രയോറിറ്റി എന്ന് CPM പറയുന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഞാൻ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അദ്ദേഹത്തിന്റെ അറിവിനെ കുറച്ച് കാണിച്ച് പറയുന്നതല്ല. പക്ഷെ ലോകം കേൾക്കാൻ ആഗ്രഹിച്ചത് എന്താണ്? എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സംഭവം അവിടെ ഉണ്ടായത്? ഇന്നിപ്പോൾ രാവിലെ അവിടുത്തെ കൊങ്കണിന്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇത് പ്രകൃതി ക്ഷോഭം മൂലമുണ്ടായതാണ്, പ്രകൃതിയിൽ നിന്നുണ്ടായ ഒരു മണ്ണിടിച്ചിലാണ് എന്ന് പറയുന്നത്. ആ മണ്ണ് കൂട്ടിയിട്ടത് കൊണ്ടല്ല ഇതിങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നു. ഒരു പ്രത്യേക സമിതിയെ പഠനത്തിന് വേണ്ടി നിയോഗിക്കുക, അവർ കണ്ടെത്തട്ടെ. പ്രാഥമികമായിട്ട് ഒരു സയന്റിസ്റ്റ് ഒന്നും അല്ല എങ്കിലും അവിടെ പോയിട്ടുള്ള മാധ്യമ പ്രവർത്തകരിൽ നിന്നും അവിടെയുള്ള ആളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ്, ആ മണ്ണ് തന്നെയാണ് ഈ അപകടത്തിന്റെ കാരണമെന്ന് പറയുന്നത്. കാരണം മണ്ണാണ് ഒലിച്ചു വന്നിരിക്കുന്നത്. അതുകൂടാതെ വനം വകുപ്പ് മന്ത്രി അദ്ദേഹം ഇതുവരെയായിട്ട് അവിടെ പോയോ? അദ്ദേഹം പോകണ്ടല്ലോ. അവിടെ വയനാടിന്റെ ചുമതലയുള്ള T സിദ്ദിഖ് അവിടെ ഉണ്ട്, സമ്മതിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രിയും അവിടെ എത്തി, PWD മന്ത്രിയും അവിടെ എത്തി. എന്താണ് വനം വകുപ്പ് മന്ത്രി അവിടേക്ക് പോകാത്തത്? അദ്ദേഹം ഡൽഹിയിലാണെന്നോ മറ്റോ വാർത്തകളുണ്ട്. അല്ല, എവിടെയാണ് എന്ന് പറഞ്ഞാലും ഒരു ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് എത്തേണ്ട ആൾ തന്നെയല്ലേ വനം വകുപ്പ് മന്ത്രി. കൃത്യമായി ഒരു പ്രതികരണം വന്നതായിട്ടും കാണുന്നില്ല ഇവിടെ. അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതൊക്കെയാലും വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ലഭ്യമാകുമോ, എന്താണ് കേരളത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വനവുമായി ബന്ധപ്പെട്ട് ഈ വന്യമൃഗ ജീവി ശല്യവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കിയിരുന്ന് വീക്ഷിക്കാം. പക്ഷേ ഇവിടെ ഇപ്പോഴും എനിക്കിതൊന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ്. വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന AP അനിൽകുമാർ കൃത്യമായിട്ട് ടീമിനെ ഏകോപിപ്പിക്കുന്നു. ഇവിടെ വന്നൊരു പദ്ധതിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നൊരു മുഖ്യമന്ത്രി. മലയാളിയുടെ പൊതുബോധത്തിലേക്ക് എന്താണ് ഇത് കഴിഞ്ഞ സർക്കാർ ചെയ്ത പദ്ധതി തെറ്റായിപ്പോയി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോഴും എത്രയോ 4-5 പേരും മണ്ണിനടിയിൽ കിടക്കുകയാണ്. അവരുടെ മൃതദേഹം കണ്ടെത്താൻ ആയിട്ടില്ല. നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പാണ് ആദ്യ മൃതദേഹം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ മൃതദേഹം മണ്ണിനടിയിൽ കിടക്കുന്ന സമയത്തും ഈ പദ്ധതിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി കാണിച്ച ഒരു ധൈര്യം എന്ന് പറയുന്നത് അത് അപാരം തന്നെയാണ്. അല്ലെങ്കിൽ അതിലൊരു രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി കാണിച്ച വ്യഗ്രത അത് അപാരം തന്നെയാണ്. അത് കേരളത്തിലെ പൊതുസമൂഹം എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിഞ്ഞുകൂടാ. കാരണം നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ പൊതുബോധം ഏത് ദിശയിൽ കൂടെയൊക്കെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ.
ഇത് ഏത് യൂണിവേഴ്സിലേക്കാണ് നമ്മുടെ പൊതുസമൂഹം പോയിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചും ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെയായാലും ഇവിടെ അനിൽകുമാർ എന്ന മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, നല്ല ഒരു രക്ഷകനായിട്ട് തന്നെ, നല്ല ഒരു പ്രൊട്ടക്ടറായിട്ട് തന്നെയാണ് അവിടെ ആക്ട് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ പ്രതിപക്ഷ നേതാവ് അവിടെ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ ഒരു ആതിഥേയത്വ മര്യാദയോടുകൂടി തന്നെ സ്വീകരിക്കുകയും കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കാനും അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാനായിട്ടും AP അനിൽകുമാറിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സമ്പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണയാണ് ആര് നൽകുന്നത്? പ്രതിപക്ഷവും ഈ ദുരന്ത മുഖത്ത് നൽകുന്നത്. അത് മലയാളിയുടെ ഒരു കൂട്ടായ്മയാണ്. ഇത് മലയാളിയുടെ ഒരു കൂട്ടായ്മയാണ്. ദുരന്തമുണ്ടാകുമ്പോൾ എല്ലാ മലയാളികളും കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കേരളത്തിൽ മാത്രമേ കാണാൻ സാധിക്കൂ. മറ്റു പല സ്ഥലങ്ങളിലും ഇതല്ല അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള മലയാളിയുടെ പൊതുബോധത്തിലേക്കാണ് ഈ പദ്ധതി തെറ്റായി പോയി, അല്ലെങ്കിൽ ഈ പദ്ധതി ഒരിക്കലും വരാൻ പാടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നത്. ഏതൊക്കെയും വരും ദിവസങ്ങളിൽ നമുക്കറിയേണ്ടത് സെൻസിറ്റീവ് ആയിട്ടുള്ള തീരദേശത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ മിഷൻ സമുദ്രയുടെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ജാഗരൂകരായിട്ട് നമുക്കിരിക്കാം. അപ്പോൾ അദ്ദേഹം പറയുന്നതിനുള്ള മറുപടി ഈ ബൈറ്റുകൾ എടുത്തു വെച്ചിട്ട് തന്നെ നമുക്ക് തിരിച്ചു പറയാൻ വേണ്ടി സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നലെ മുഖ്യമന്ത്രിക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തിൽ ദേശാഭിമാനിയാണ് 5-ാം തീയതി വാർത്ത പ്രസിദ്ധീകരിച്ചത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി അദ്ദേഹം വിജയശ്രീലാളിതനായിട്ടാണ് വയനാട്ടിലേക്ക് വണ്ടി കയറിയത്. വയനാട്ടിൽ എത്തും മുമ്പ് തന്നെ എന്താ സംഭവിച്ചത്? ഈ പറഞ്ഞ ജൂൺ 3-ാം തീയതി മാതൃഭൂമി പത്രത്തിലും ഈ സമാനമായ വാർത്ത വന്നിരുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലും വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ വാദവും പൊളിഞ്ഞു വീഴുന്നു. മുഖ്യമന്ത്രി അറിയാതെ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് തെറ്റാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ജാള്യതയിൽ നിന്നുമായിരിക്കാം അദ്ദേഹം ഈ തുരങ്കപാതയെ കുറ്റം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം നടത്തിയത് എന്നെനിക്ക് തോന്നുന്നു.